നമസ്കാരം. മദ്യനയം വിഷയം വിവാദമാക്കുവാൻ വേണ്ടി പ്രതിപക്ഷം കുറേ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പേരുകെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നുള്ളത് ഇപ്പോൾ വെളിച്ചത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കൂടെയുള്ള ഒരു ബാർ ഉടമയാണ് എല്ലാ ആരോപണങ്ങളും പൊളിച്ചെടുക്കുന്ന ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബാർ ഉടമകളുടെ സംഘടനയ്ക്കകത്തെ പ്രശ്നത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ഉണ്ട്. ഈ ഒരു സന്ദേശം പുറത്തുവിടുന്നതിന് മുമ്പാണ് മദ്യനയത്തെക്കുറിച്ച് ഫേക്ക് ന്യൂസുകൾ പുറത്തുവിട്ട് പടയൊരുക്കം തുടങ്ങിയത്. എന്തെങ്കിലും പഴുത് കിട്ടിയാൽ പ്രതിപക്ഷം പിന്നെ ആ പഴുത് ഊതിപ്പെരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടത് സർക്കാരിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താഴെ ഇറക്കണം, അതാണല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം. സർക്കാരോ LDFോ ചർച്ച പോലും ചെയ്യാത്ത കാര്യത്തിനെയാണ് മാധ്യമങ്ങളെല്ലാം കൂടി ചാനൽ ചർച്ച കൊഴുപ്പിച്ചെടുക്കുന്നത്. ഇതിനു പിറകിൽ ബാർ ഉടമകൾ പണം പിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് ഊമക്കത്തയച്ചതിലും കൃത്യമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. സർക്കാരിനെയും LDFിനെയും ഇത്തരത്തിലുള്ള കള്ള ആരോപണങ്ങളിൽ വലിച്ചിഴച്ചുകൊണ്ട് ഒരു വലിയ മതിലുണ്ടാക്കിയെടുക്കൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യനയ പ്രചാരണം. ഡ്രൈ ഡേ എടുത്തു മാറ്റുന്നു, ബാർ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ നീട്ടുന്നു, IT കേന്ദ്രങ്ങളിൽ ബാർ ലൈസൻസ് എന്നീ മദ്യനയത്തെക്കുറിച്ച് പ്രത്യേക ലക്ഷ്യങ്ങളോടെയുള്ള വാർത്തകളാണ് ആഴ്ചകളായിട്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നയം മാറ്റുന്നതിന് പണം വാങ്ങിയെന്ന ആരോപണം സൃഷ്ടിച്ച് അത് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒരു കാര്യവുമില്ലാത്ത ഈ തറവേലകളിലെല്ലാം പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചത്. IT കേന്ദ്രങ്ങളിലെ ലൈസൻസ് സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു ചിലത് കാലങ്ങളായി ബാർ ഉടമകൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഈ വർഷം മദ്യനയത്തെക്കുറിച്ച് പാർട്ടികളോ മുന്നണിയോ സർക്കാരോ ചർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് LDF സർക്കാരിനെ മോശമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷത്തിലെ വിവാദ സംഘം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തം. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പോലും നിരാശരായി നടക്കുന്ന പ്രതിപക്ഷ വിവാദ സംഘം തന്നെയാണ് പുതിയ വിവാദങ്ങൾ മെനഞ്ഞെടുത്ത് ആ ഫേക്ക് വാർത്തകളെല്ലാം ഓരോന്നോരോന്നായി പൊളിഞ്ഞതിന് പിന്നിലും. എന്തായാലും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ എക്സൈസ് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ആരെങ്കിലും മദ്യനയത്തിന്റെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കണമെന്ന് മന്ത്രി MV രാജേഷ് DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി ക്രൈംബ്രാഞ്ചിനും കൈമാറിയിട്ടുണ്ട്. അന്വേഷണങ്ങളെല്ലാം കഴിയുന്നതോടുകൂടി വിവാദ വ്യവസായത്തിന് കളമൊരുക്കിയത് ആരൊക്കെയാണെന്നത് പുറത്തു വരിക തന്നെ ചെയ്യും.